പെരുവാരം ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളൊന്നും അറിഞ്ഞു വന്നാലും അതിനു മുന്നേ നമുക്ക് പെരുവാരം അമ്പലത്തിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് പെരുവാരം ശ്രീ മഹാദേവ ക്ഷേത്രം. അതായത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പുരാതന കാലത്ത് ഈ പ്രദേശം വനമായിരുന്നതായും അവിടെ പരശുരാമൻ തപസ് ചെയ്യുകയും ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതായത് വലിയൊരു വനം പെരുവനമായി പിന്നീട് അത് ലോപിച്ച് പെരുവാരമായി എന്നാണ് ചിലർ പറയുന്നത്. ഇവിടെ പ്രധാനമായും അർദ്ധനാരീശ്വര സങ്കല്പമാണ്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർദ്ധനാരീശ്വരനായും വൈകുന്നേരം കിരാതമൂർത്തിയായും ഭഗവാനെ ഇവിടെ ആരാധിക്കും. മാത്രമല്ല കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച മനോഹരമായ ചുറ്റമ്പലവും ശ്രീകോവിലുമാണ് ഇവിടെ ഉള്ളത്. കിഴക്കോട്ടാണ് ദർശനം. പെരുവാരം ക്ഷേത്രത്തിലെ ഉത്സവം പറവൂർ പ്രദേശത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. 10 ദിവസത്തെ ഉത്സവമാണ് സാധാരണയായി നടക്കുന്നത്. മകരമാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ കൊടിയേറി 10ാം ദിവസം ആറാട്ടോട് കൂടി ഉത്സവം സമാപിക്കും. ഈ വർഷത്തെ തിരുവുത്സവം 2026 ഏപ്രിൽ 13-ന് കൊടിയേറി 2026 ഏപ്രിൽ 21-ന്, അതായത് ഇന്ന് വലിയ വിളക്കാണ്, 2026 ഏപ്രിൽ 22 അതായത് നാളെ ആറാട്ടോട് കൂടി സമാപിക്കുകയാണ്. ഇന്ന് പഞ്ചാരി മേളം കഴിഞ്ഞാൽ തുടർന്ന് ആനയൂട്ടാണ് ഉള്ളത്. വൈകിട്ട് 4-ന് കാഴ്ച ശീവേലിയും സേവയും ഉണ്ട്. സമാപന ദിവസമായ നാളെ ജ്ഞാനപ്പാന ആലാപനവും അർത്ഥവിവരണവുമാണ് രാവിലെ. തുടർന്ന് ആറാട്ട് സദ്യയും വൈകിട്ട് 4-5 മണിയോടുകൂടി നാദസ്വര കച്ചേരിയുമാണ്. ഇത്തവണ പെരുവാരം മഹാദേവന്റെ തിടംപേറ്റിയത് യുവഗജകേസരിയായ പാറമ്മേക്കാവ് കാശിനാഥനാണ്. കൂട്ടായി മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥനും കുന്നത്തൂർ കുട്ടിശങ്കരനുമാണ്. തുടർന്ന് തോട്ടക്കാട്ട് രാജശേഖരനും ഓമല്ലൂർ കുട്ടിശങ്കരനും തുടങ്ങിയ ആനകളാണ് ഉള്ളത്. എന്നിങ്ങനെ 7 ആനയുടെ ഉത്സവമാണ് ഇത്തവണ അണിനിരക്കുന്നത്. പെരുവനം പ്രകാശന്മാരാരുടെ പഞ്ചാരി മേളമാണ് രാവിലെ മേളം വഹിക്കുന്നത്. വൈകിട്ട് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാണ്ടിമേളവുമാണ്. അപ്പൊ നാളെയാണ് പെരുവാരം ക്ഷേത്രത്തിലെ ആറാട്ട് സദ്യ. 10,000 പങ്കെടുക്കുന്ന ആറാട്ട് സദ്യയാണ്. കൂടാതെ നാളെ വൈകിട്ട് മന്നത്തപ്പന്റെ നടയിൽ നിന്ന് പെരുവാരത്തപ്പന്റെ നടയിലേക്കാണ് ആറാട്ട് എഴുന്നള്ളി. അപ്പൊ നാളെ സമാപന ദിവസത്തോടനുബന്ധിച്ച് 3 ആനകളാണ് അണിനിരക്കുന്നത്. കൂടാതെ ഇന്ന് നമോ ഭാരതിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദീപക്കാഴ്ചയും വിളക്ക് സമർപ്പണവും ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ ആറാട്ടുത്സവം കൂടാൻ വേണ്ടി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരുള്ള പെരുവാരം മഹാദേവ ക്ഷേത്രം.